ഉണ്ണിക്ക് ഇതിഹാസങ്ങളിലെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാള് ഗണപതിയാണോ? ഒരുപാട് പേരുണ്ട്. എനിക്ക് ഗണപതിയും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര അതിശയമാണ്. ദാറ്റ് ഈസ് ഗണപതിയെ വെച്ച് സിനിമകൾ അധികം വന്നിട്ടില്ല, അധികം ഒന്നല്ല വന്നിട്ടില്ല എന്നാണ്. അതെ അതെ. സോ എന്നാൽ ഈ പടത്തിൽ ഗണപതി ഉണ്ടോ ഇല്ലയോ എന്ന് അഗൈൻ ഒരു ചോദ്യമായിട്ട് എൻ്റെ മുന്നിൽ എപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ അഗൈൻ പറയുന്നു, ഈ സിനിമ ഫസ്റ്റോളം ഒരു സെൻസ് ഓഫ് മെച്യൂരിറ്റി ആൾക്കാർ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സിനിമയായിട്ട് കാണാൻ ശ്രമിക്കണം. ബിക്കോസ് ഈ സിനിമയിലൂടെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ ആഗ്രഹമുള്ളത് ഒരു കഥ മാത്രമാണ്. ഈ കഥ നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മാളികപ്പുറം ചെയ്തപ്പോഴും ഇപ്പോൾ അയ്യപ്പനെ ഭയങ്കര കട്ടത്താടിയായിട്ട് ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വർണ്ണമില്ല എവിടെയും. എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. ദാറ്റ് ഈസ് ഒരു കൊച്ചിൻ്റെ കാഴ്ചപ്പാടിലൂടെ അയ്യപ്പനെ അങ്ങനെ കാണിക്കാൻ നോക്കുവാണെങ്കിലും ഇത് എത്രത്തോളം ഈ വിശ്വാസി സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു, എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷൻ അല്ല, വേറെ വഴിക്ക് അത് പോയി. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. ബിക്കോസ് ഈ പ്രായത്തിലുള്ള ഒരു അയ്യപ്പസ്വാമിനെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല, ചർച്ചകളിൽ പോലും ഇല്ല. അപ്പോൾ വലിയൊരു സമൂഹം പുള്ളിനെ പൂജിക്കുന്ന വിശ്വസിക്കുന്ന സമൂഹം എനിക്കെതിരെ തിരിയുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ തത്വമസി എന്നൊരു കൺസെപ്റ്റിലൂടെ നമ്മൾ സിനിമയെ കാണുകയും പിന്നെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഐ വാസ് വെരി ഓണസ്റ്റ്. എൻ്റെ അപ്രോച്ച് ടു ദ സിനിമ ഈസ് വെരി ഓണസ്റ്റ്. ഞാൻ വേറൊരു ആശയം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ സിനിമയെ ഉപയോഗിക്കില്ല. അതെനിക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാം. സിനിമയായിട്ട് തന്നെ കാണണം. ഇതൊരു കുടുംബചിത്രമാണ്. ഈ വിഷുക്കാലത്ത് ഈ വെക്കേഷൻ സമയത്തൊക്കെ ഫാമിലീസ് സാധാരണ ഒരു കുടുംബം ഒരു സിനിമയ്ക്ക് പോകുമ്പോഴേ ഏകദേശം ഒരു 2000-3000 രൂപയുടെ ചിലവുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ഇവരുടെ നല്ല സമയത്ത് ഞാൻ എൻ്റെ അജണ്ടകളുമായിട്ട് ഒരു സിനിമ എടുത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നല്ല ഞാൻ ഒരിക്കലും ഞാനൊരു സാധാരണ കുടുംബത്തിൽ വന്ന ആളാണ്. എനിക്കങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമകൾ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ദൈവം സഹായിച്ചിട്ട് ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഗുജറാത്തിൽ നിന്ന് വണ്ടി പിടിച്ച് കേരളത്തിൽ വരാൻ സാധിച്ചു. കേരളത്തിൽ വന്നിട്ട് ഞാൻ ചെയ്ത 1-2 സിനിമകൾ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര്, എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ സ്നേഹിച്ചു, എന്നെ വളർത്തി ഇതുവരെ എത്തിച്ചു. എന്നിലൂടെ എനിക്ക് ഇതെൻ്റെ 3ാമത്തെ പ്രൊഡക്ഷനാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇതൊക്കെ ലൈഫിൽ തന്നെ ഒരുപാട് മാജിക്കും മിറാക്കിളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ വേറൊന്നും അധികം ചിന്തിക്കുന്നില്ല, നല്ല സിനിമ ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ഇതൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കോൺട്രവേഴ്സിയിലേക്ക് പോയി എത്തുകയാണ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഭാഗത്ത് ബിക്കോസ് ഈ പറഞ്ഞ സിനിമകളൊക്കെ സ്ക്രീനിലെത്തിയതിനു ശേഷം പിന്നെ ചർച്ചകളില്ല. ഈ വരുന്നവരെയുള്ളൂ ഇതങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. ഞാൻ പറയും ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. ചർച്ചകളുണ്ടാവുന്നു, ഇന്ന സിനിമയുണ്ട്, അങ്ങനെയാണ്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ച ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ തിരഞ്ഞെടുത്ത ഒരു മേഖലയാണ് ഈ സിനിമ, മീഡിയ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓൺലൈൻ സ്പേസ്. ഇതിലൊക്കെ ആൾക്കാർ ഒരു ബ്രേക്കില്ലാതെ സംസാരിക്കും. ഞാൻ ഇന്നത്തെ മീഡിയ സ്പേസ് ഒക്കെ എന്ന് വെച്ചാൽ ആർക്കും എന്ന് വേണമെങ്കിൽ പറയാം ഓൺലൈൻ സ്പേസിലുണ്ട്. യു ക്യാൻ സേ എനിത്തിങ്. എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണ് സിനിമകൾ നിർമ്മിക്കാനും ഇപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ സിനിമകൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ വിതരണത്തിലേക്ക് എത്താനും ഉള്ള കോൺഫിഡൻസ് സാധാരണ കേരള സമൂഹം എൻ്റെ കൂടെയാണെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഉണ്ണിന്ന് വ്യക്തിപരമായിട്ട് എന്നെ അറിയുന്ന ആരുമില്ല. ഇത് എൻ്റെ സിനിമകൾ കണ്ടിട്ടും അല്ലെങ്കിൽ ഇത്രയും ഇൻ്റർവ്യൂസിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ ഉണ്ണിയെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല എൻ്റെ കയ്യിൽ. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇനിയും നല്ല സിനിമകൾ കൊണ്ട് അവർക്ക് മുന്നിൽ നല്ല സിനിമകളിലൂടെ എത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.